ഞങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന നാൾ മുതൽ തന്നെ എല്ലാവരോടും പറഞ്ഞിരുന്നു, അനധികൃത നിർമ്മാണങ്ങൾ അവസാനിപ്പിക്കണം. മുൻപ് ആരെങ്കിലുമൊക്കെ സ്വാധീനിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാൽ ഈ ഭരണസമിതി അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞു. എല്ലാവർക്കും പെർമിറ്റ് എടുത്ത് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ നടത്തുവാനുള്ള എല്ലാ സമയവും കൊടുത്തിട്ടുണ്ട്. സഭയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു കാര്യവും ഇവിടെ നടത്തണ്ട എന്നുള്ളത് തന്നെയാണ്. മേയർ ഇന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. 2-3 സ്ഥലങ്ങളിൽ മേയർ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അപ്പം നഗരസഭയുടെ അനുമതി ഇല്ലാതെ നഗരസഭയുടെ സ്ഥലത്ത് ഈ റോഡ് തടസ്സം, വെള്ളക്കെട്ടിന്റെ പ്രശ്നം, ഇതൊക്കെ ഒരുപാട് രൂക്ഷമാണ്. അപ്പം ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് നഗരസഭയെ അറിയിക്കാതെ എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മുട്ടടയിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണിത്. ഇവിടെ ഇപ്പോൾ ഒരു പുതിയ കട തുറക്കാൻ തീരുമാനിച്ചിരുന്നു. ഇന്നാണ് ഇതിന്റെ ഉദ്ഘാടനം. അതായത് സംസം മിയ എന്ന് പറയുന്ന കട, ഇത് ഇന്ന് പ്രവർത്തനം തുടങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസോ മറ്റ് പേപ്പർ വർക്കുകളോ ഒന്നും തന്നെ ക്ലിയർ ആയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ്. അതായത് അനധികൃതമായിട്ട് ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടടക്കം അനധികൃതമായിട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങി എന്നുള്ള തരത്തിൽ നിരവധി വാർത്തകൾ, നിരവധി സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. മേയർ അടക്കം ഇന്ന് രാവിലെ മുതൽ തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലെത്തി അന്വേഷണം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. അതായത് പലയിടങ്ങളിലും അനധികൃതമായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. ചില കടകളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഈ തരത്തിൽ ചില കടകൾ ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ. എന്തായാലും ഇതിനെതിരെ വലിയൊരു ആക്ഷനാണ് ഇപ്പോൾ സർക്കാരിന് കോർപ്പറേഷന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അനധികൃതമായിട്ട് ഒന്നും തന്നെ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ കോർപ്പറേഷൻ ശക്തമായിട്ടുള്ള നടപടി എടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് തുടങ്ങേണ്ടിയിരുന്ന ഈ കട തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള നിർദ്ദേശം കോർപ്പറേഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഇവിടെ 11ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുള്ളതാണ്. അതിനിടയ്ക്ക് കൺസ്ട്രക്ഷൻ നടത്തി ഇന്നിവിടെ ഇനാഗുറേഷൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ എല്ലാം ക്യാൻസൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങളെയൊക്കെ തടസ്സം നമ്മുടെ നഗരസഭയുടെ അനുമതിയോടുകൂടി അല്ലാത്തതൊക്കെ നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളത് കാണുമ്പോൾ ഇന്നത്തെ ഇത് സ്റ്റോപ്പ് മെമ്മോയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല. അനധികൃത നിർമ്മാണമായതുകൊണ്ട് നഗരസഭ തന്നെ ഈ 11-ാം തീയതി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഇപ്പോൾ അത് കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഇതിന് ലൈസൻസ് ഇല്ലാതെ ലൈസൻസ് ആപ്ലിക്കേഷൻ പോലും കൊടുത്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ലൈസൻസ് ഇല്ലാതെ ഒരു നിർമ്മാണം, ലൈസൻസ് ഇല്ലാതെ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ. അനധികൃത നിർമ്മാണത്തിന് ഒരിക്കലും ലൈസൻസ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രവർത്തനം നിർത്തിവെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നഗരസഭയിൽ നിന്നും പെർമിറ്റും ലൈസൻസും കിട്ടിയതിനു ശേഷം മാത്രമേ സ്ഥാപനം തുടങ്ങാൻ പാടുള്ളൂ. ബിൽഡിംഗ് നിലവിൽ നിർമ്മാണത്തിന്റെ റൂൾ 23 പ്രകാരം ആവശ്യമായിട്ടുള്ള ഓപ്പൺ സ്പേസ് കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ വയലേഷൻ. അതുപോലെ തന്നെ ഈ റോഡ് 21 മീറ്റർ വൈഡനിങ് ഉള്ളതാണ്.
ആ വയഡനിങ്ങിന്റെ അകത്താണ് നിർമ്മാണം നടന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് അത് മാത്രമല്ല നഗരസഭയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു കാര്യവും ഇവിടെ നടത്തണ്ട എന്നുള്ളത് തന്നെയാണ്. മേയർ ഇന്ന് രാവിലെ ഇതിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 2-3 സ്ഥലങ്ങളിൽ മേയർ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ടും വേറൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അപ്പം നഗരസഭയുടെ അനുമതി ഇല്ലാതെ നഗരസഭയുടെ സ്ഥലത്ത് ഈ റോഡ് തടസ്സം, വെള്ളക്കെട്ടിന്റെ പ്രശ്നം, ഇതൊക്കെ ഒരുപാട് രൂക്ഷമാണ്. അപ്പം ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് നഗരസഭയെ അറിയിക്കാതെ എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോ ഈ ഓണ സമയത്ത് അല്ല, ഇതിപ്പം ഈ ഘട്ടം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ലീസിന് പ്രോപ്പർട്ടി എടുത്തതിന് ശേഷം അത് നിർമ്മാണം നടത്തിയിരിക്കുകയാണ് ചെയ്തത് ഹോട്ടലിന്റെ ആവശ്യത്തിന് വേണ്ടി. അപ്പൊ അത് ഒരു യാതൊരുവിധ നിയമവും പാലിക്കാതെ, കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾ പാലിക്കാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ക വയലേഷനാണ്. അപ്പൊ അത് ഈ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ഇനി ചെയ്യാൻ പറ്റുന്നത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് 406 വകുപ്പ് പ്രകാരം പ്രൊവിഷണൽ ഓർഡർ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിന്റെ പ്രവർത്തനം തുടങ്ങാൻ പാടില്ലെന്ന് ഉടമയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തുടങ്ങാതിരിക്കാൻ. മേഡം, ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണം നടത്തുന്നത് എന്തുകൊണ്ടാണ്? അതെ, ഭയമില്ലാത്തതുകൊണ്ട് ഇതിന് മുന്നേ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. പക്ഷെ ഇനി അങ്ങോട്ട് നടക്കില്ല എന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മേയർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നഗരസഭയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം മാത്രമേ കടകൾക്കും അല്ലാതെ ബിൽഡിങ്സുകൾക്കും ഒക്കെ ചെയ്യാൻ ഇനി ഒരു പെർമിഷൻ ഉള്ളൂ. നഗരസഭയുടെ പെർമിറ്റ് ഇല്ലാതെ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളെയും നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതിനനുസരിച്ച് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. നോക്കിയിട്ട് അതിന് സ്റ്റോപ്പ് ഏതായിരുന്നാലും ഇന്ന് ഇവിടെ ഉദ്ഘാടനമാണ്. എന്ത് ആറ്റിറ്റ്യൂഡാണ് അവരുടെയെന്ന് അറിയില്ല. ഇന്ന് 11ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതാണ്. എന്നിട്ട് കൂടി ഇനി അങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. ഇന്നാണ് 2 ദിവസത്തിന് മുമ്പേ അറിഞ്ഞെങ്കിലും അവധിയായിരുന്നല്ലോ. ഇന്നലെ മേയർ നോക്കി മേയറോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന്റെ കൂട്ടത്തിലാണ് ഇതും വന്നത്. അപ്പൊ ഇന്ന് തന്നെ അവിടെ ഓഫീസുള്ള ദിവസം തന്നെ വന്നു. ഇവരുടെ റിപ്ലൈ ഇവിടെ ആരും ഒന്നും പറയാനില്ല. അതിന്റെ ലീസിനെടുത്ത ആള് വന്നിട്ടില്ല. സ്ഥലത്തിന്റെ ഓണർ എവിടെയാ താമസിക്കുന്നതാണെന്ന് പറയുന്നു. അവർക്കും അതിന് ബാധകമല്ല എന്ന് പറയുവാണ്. അപ്പൊ ഇന്നിവിടെ ഉദ്ഘാടനം നടത്തത് സ്റ്റോപ്പ് ചെയ്യുന്നു. വരട്ടെ, കോർപ്പറേഷനിൽ വരട്ടെ. അപ്പൊ പിന്നെ പറയും.